പാതിവില തട്ടിപ്പ് കേസിൽ നിയമസഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വിശദീകരണം നൽകുന്നുണ്ട്. സർ, ഇതെല്ലാം അന്വേഷണത്തിലിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആർക്കൊക്കെ ഇതിൽ പങ്കാളിത്തം ഉണ്ട് എന്ന് പറയാൻ പറ്റൂ. ഇപ്പോ പങ്കാളിത്തം ഉണ്ടായ ആളുകളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിന്റെ ഭാഗം. ശ്രീ ടി ഐ മധുസൂദനൻ. സർ, തട്ടിപ്പ് സംഘങ്ങളെയും ലഹരി മാഫിയകളെയും പിടിച്ചുകെട്ടുന്നതിൽ ഇന്ത്യയിൽ മാതൃകാപരമായിട്ടുള്ള നടപടികളാണ് കേരളം സ്വീകരിച്ചു വരുന്നത്. ഈ പാതിവില തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ഈ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പണം വേഗത്തിൽ തിരിച്ച് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിയുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഈ ഇരകളായവരുടെ താല്പര്യത്തോടൊപ്പം തന്നെയാണ് സർക്കാർ. പക്ഷെ നിയമപരമായ നടപടികളുണ്ടല്ലോ, അതൊക്കെ പൂർത്തിയാക്കി മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ. ശ്രീമതി ദലീമ. സർ, ഈ തട്ടിപ്പിനിരയായ കൊള്ളക്കാർക്കെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ തട്ടിപ്പിന് ഇരയായ അരൂർ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളാണ് ഈ തട്ടിപ്പിന് കൂടുതലായിട്ട് ഇരയായിട്ടുള്ളതെന്നാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. എന്നാൽ 2-3 FIR മാത്രമാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. FIR ഇട്ട കേസുകൾ പിൻവലിച്ചാൽ ആയിരക്കണക്കിന് തട്ടിപ്പിന് ഇരയായവരെ അത് ബാധിക്കുമോ എന്നുള്ളത്. സർ, ഈ തട്ടിപ്പിന് ഇരയായവർ എല്ലാ സ്ഥലത്തും വലിയ തോതിലുണ്ട്. ഓരോ പ്രദേശത്തും അവിടെയാണ് കൂടുതലെന്ന് തോന്നുന്നതാണ്. വലിയ നമ്പറാണ് ഇതിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. എല്ലാ കാര്യത്തിലും ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു പോകുന്നത്. പോലീസ് ആദ്യം അന്വേഷിക്കുകയും ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. ശ്രീ പി അബ്ദുൽ ഹമീദ്. സർ, ഇതുപോലെ ഈ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ അവർ ചില്ലറക്കാരല്ല. അവർക്ക് സംസ്ഥാന, ദേശീയ, അന്തർദേശീയ ബന്ധങ്ങളൊക്കെ ഈ തട്ടിപ്പ് സംഘങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡർ അറിയാതെ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുക, അതുപോലെ തന്നെ വിസ തട്ടിപ്പ്, അതുപോലെ തന്നെ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്, അങ്ങനെ നാട്ടിൻപുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ ഇതുപോലെ ഒട്ടനവധി തട്ടിപ്പുകൾ നടക്കുകയാണ്. സർ, ഈ നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ പോലീസിങ് ഇന്റലിജൻസ് വിഭാഗം ഇതുപോലെ ശക്തിപ്പെടുത്തി അവർക്ക് അതിനാവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നുള്ളതാണ് ചോദ്യം. സർ, തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായ നിലപാട് തന്നെയാണ് പൊതുവെ അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ വിവിധ ഏജൻസികൾ നൽകാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ നിയമപരമായൊരു ഘട്ടം വരുമ്പോൾ മാത്രമല്ലേ ഇടപെടാൻ പറ്റൂ. നിയമവശവും കൂടി നോക്കേണ്ടതായിട്ടുണ്ടല്ലോ. എന്നാൽ ശങ്കിക്കേണ്ടതാണ്, സംശയിക്കേണ്ടതാണ്. ഇങ്ങനെയെല്ലാം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് കൂടുതൽ നിരീക്ഷിക്കേണ്ടതാണ് എന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും വരാറുണ്ട്. അതിന്റെ ഭാഗമായുള്ള നടപടികളും നല്ല ഫലം ചെയ്യാറുണ്ട്. ചില തട്ടിപ്പുകാരെ നമുക്ക് കണ്ടെത്താനും പിടികൂടാനും ഒക്കെ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പൊ അത്തരം നടപടികൾ തുറന്നു പോകുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗം നമ്മുടെ സമൂഹം പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇത്തരം തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അതിന്റെ ഭാഗമായി തൽക്കാലം ചിലർ ലാഭം കിട്ടട്ടെ എന്ന മട്ടിൽ അതിന്റെ കൂടെ ചേരുമ്പോൾ അതാണ് തട്ടിപ്പിന് പ്രോത്സാഹനമായിട്ട് മാറുന്നത്. ഇത്തരം ആളുകൾക്ക് അവസരമൊരുക്കുന്നത് അതാണ്. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ഇതിന്റെ ഭാഗമായി തട്ടിപ്പ് നടന്നല്ലോ. അത് ആയിരക്കണക്കിന് ആളുകളല്ലേ ഇതിന്റെ ഭാഗമായി മാറിയത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതിരിക്കുന്ന ഒരു കരുതൽ നമ്മുടെ സമൂഹത്തിന് പൊതുവിലുണ്ടാക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞപ്പോൾ വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ്, മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളും മലയാളികളാണ്. ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ്. 1 കോടി രൂപ നിക്ഷേപിച്ചാൽ മാസം 12 ലക്ഷം രൂപ, അതായത് 12% പലിശ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് 1 കോടി രൂപ നിക്ഷേപിക്കുകയാണ്. ഒരു മാസം 12% ഒരു വർഷത്തെ പലിശ 244%. 244% പലിശ ഏത് സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ, ഫോണിൽ കൂടി നടക്കുന്ന തട്ടിപ്പുകൾ, ക്രെഡിറ്റ് കാർഡ് കൂടി നടപ്പ്, അമിതമായ ഈ ഒരു ആഗ്രഹം, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജഡ്ജിമാർ വരെ പറ്റിപ്പോകുന്നുണ്ട്.
സർ, തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം. അത് അങ്ങ് അതിന്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്കുന്ന കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ശ്രീ അൻവർ സാദത്ത്. സർ, യഥാർത്ഥ പോലീസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ക്രൈം നടക്കുന്നതിന് മുമ്പ് ആ പ്രതികളെ പിടിക്കാനോ ആ ക്രൈം അല്ലെങ്കിൽ ആ വിഷയം തടയാനോ സാധിക്കണം. സാറേ, ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തില് നല്ല ഇന്റലിജൻസ് വിഭാഗമുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗമുണ്ട്. ഈ വിഭാഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ ഇപ്പൊ നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അത് മുഖ്യമന്ത്രി പറഞ്ഞ കൂട്ട് ഒത്തിരി തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് മലയാളികൾ ഇത് എത്ര പറഞ്ഞാലും പഠിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചില പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗവും ഇത് നിരീക്ഷിച്ച് അത് കണ്ടുപിടിച്ച് അതിനെ തടയാനോ അതിന് ജനങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാനോ അത് എന്തുകൊണ്ട് ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല? അത് നമുക്കൊന്നും കൂടി ഒന്ന് ഉഷാറാക്കി അവരെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഗവൺമെന്റ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുമോ എന്നാണ് എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഈ കാര്യത്തില് അങ്ങ് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പോലീസ് സൂപ്രണ്ടാണ് എന്റെ അടുത്ത് ആദ്യം ഇതൊരു സംശയകരമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആവശ്യമായ കരുതൽ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങളുണ്ടല്ലോ. അതിന്റെ ശേഷം മാത്രമേ നടപടിയിലേക്ക് കടക്കാൻ പറ്റൂ. ആദ്യം തന്നെ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുക ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്, ഈ ഭാഗത്താണ് നിങ്ങളെ ആ ഭാഗം എല്ലാം കൂടി ചേർന്നതാണ്, ആ ഭാഗത്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാണ്. അപ്പൊ ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇടപെടുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട് എന്നുള്ളതാണ് വസ്തുത. ശ്രീ എൻ ശംസുദ്ദീൻ. ഇവിടെ എല്ലാവരും ഈ കാര്യത്തിൽ ഒരേ മനസ്സോടു കൂടി തന്നെയാണ് സർ സംസാരിച്ചത്. കാരണം ഇങ്ങനെ നിരന്തരമായി ഒരു തട്ടിപ്പ് കഴിഞ്ഞാൽ വീണ്ടും മലയാളികൾ ആവർത്തിച്ച് തട്ടിക്കപ്പെടുന്ന സ്ഥിതിയാണ് സർ. സർ, ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതിന്റെ ഒരു സ്വഭാവം പരിശോധിക്കാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് കഴിയണം സർ. അപ്പൊ ഇത്തരം തട്ടിപ്പുകൾ ഇപ്പൊ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നു, പുതിയ തരത്തിലുള്ള ഓഫറുകൾ വരുന്നു. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കാനും അതിൽ കൂടുതൽ ആളുകൾ അകപ്പെടാതിരിക്കാനും അതിനൊരു പ്രത്യേക ഇന്റലിജൻസ് വിങ്ങിനെ ഈ പാതിവില തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ഇന്റലിജൻസ് വിങ്ങിനെ സംസ്ഥാനത്ത് പോലീസിന്റെ ഭാഗമായി നിയമിക്കാൻ സർക്കാർ സന്നദ്ധമാവുമോ എന്നാണ് എന്റെ ചോദ്യം. ബഹുമാനപ്പെട്ട സർ, ഇത് ആവർത്തിച്ചു വരുന്ന ഒരു സംശയമാണ്. അത് ഇതിന്റെ വൈപുല്യം കൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ ഉയരുന്നത്. പക്ഷേ പോലീസിനും ഇക്കാര്യത്തിൽ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു കൂടുതൽ വാഗ്ദാനം നൽകുന്ന ഒരു സ്ഥാപനം, ഒരു വ്യക്തി, അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എൻ്റെ അടുത്ത് ഉയർന്ന പോലീസ് ഓഫീസർമാർ തന്നെ ചർച്ച ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. പക്ഷെ അവർക്ക് നടപടിയെടുക്കാൻ പറ്റില്ല. നടപടിയെടുക്കണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടക്കണ്ടേ? നിങ്ങൾ തട്ടിപ്പ് നടത്താൻ ഇടയുണ്ട് എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ വല്ലാത്ത ഒരു നടപടിയിലേക്കല്ലേ പോവുക. അപ്പൊ അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ പൊതുവെ ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി പറയുകയായിരുന്നു. അതിൽ പാതിവില തട്ടിപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകുകയുണ്ടായി.